പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. നിങ്ങൾ വളരെ അപ്രതീക്ഷിതമായി മൂന്നാറിലേക്ക് വരികയും ഒപ്പം തന്നെ മൂന്നാറിലെ മറയൂരിലേക്ക് എത്തുകയും മറയൂർ ധ്യാനമന്ത്രം സന്ദർശിച്ച് അതിനിരിക്കുമ്പോഴാണ് ദിലീപ് മൂന്നാർ നമ്മളൊപ്പം ശുശ്രൂഷയും ഒപ്പം തന്നെ മൂന്നാറിലെ റിസോർട്ടിലുള്ള ദിലീപ് ഇങ്ങനെ സ്ഥലമുണ്ട്. എങ്ങനെയുള്ള സ്ഥലം? മറയൂർ ശർക്കര ഫാക്ടറി. നമ്മൾ പലപ്പോഴും വാർത്തകൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്. അപ്പോൾ നേരിട്ട് ഞങ്ങൾ ഈ ഫാക്ടറിയിലേക്ക് വരികയാണ്. അവിടെപ്പോഴാണ് നേരിട്ട് വന്നപ്പോഴാണ് എൻ്റെ ഓണറെ ഞങ്ങൾ കണ്ടുമുട്ടിയത്. ഓണർ നല്ല കാര്യമായി എല്ലാം വിവരിച്ചു തന്നു. എന്നിരുന്നാലും എന്താ പേര്? എൻ്റെ പേര് റോയ് മാത്യു. എൻ്റെ സ്ഥാപനത്തിൻ്റെ പേര് മറയൂർ കർഷകർ സ്റ്റോർ. സെൻറ് ജോസഫ് ഫാം എന്നാണ് ഈ ഫാം മൊത്തത്തിൽ അറിയപ്പെടുന്നത്. സെൻറ് ജോസഫ് ഫാം ഏകദേശം എത്ര വർഷമായല്ലോ? ഇത് ഒരു 70 വർഷത്തോളമായി. എൻ്റെ 70 വർഷമായി ഫാദറായിട്ട് തുടങ്ങിയതാണ്. 70 വർഷം പറഞ്ഞുള്ളത്. ഇതിനെ കുറിച്ച് ഞങ്ങൾ വരുമ്പോൾ ഒരു വാർത്ത കേട്ടായിരുന്നു, മായം ഇല്ലാത്ത ശർക്കര എന്നൊരു വാക്ക് കേട്ടായിരുന്നു. ഇതിൻ്റെ അകത്ത് നമ്മൾ കെമിക്കലോ പഞ്ചസാരയോ ഒന്നും ആഡ് ചെയ്യുന്നില്ല. വളരെ പ്യൂറായിട്ട് കരിമ്പുനീര് മാത്രം പറ്റിച്ച് എടുക്കുന്നതാണ്. അന്ന് പണ്ടത്തെ കാലത്ത് ആളുകൾ കഷായത്തിൻ്റെ മേൻപൊടി ശർക്കര ആ ഒരു മെത്തേഡിൽ തന്നെയാണ് ഈ ശർക്കര ഉത്പാദിപ്പിക്കുന്നത്. അപ്പോൾ ഈ കാലഘട്ടത്തിൽ നമ്മൾ അരി എടുത്താലും ഗോതമ്പ് എടുത്താലും എന്ത് പാനീയങ്ങൾ എടുത്താലും അതിനകത്ത് മുഴുവൻ എന്താ പറയുക, വിഷമാണ്, മുഴുവൻ വിഷമാണ്. ആ സമയത്ത് ഇവിടെ കരിമ്പ് ജ്യൂസ് എന്ന് എടുക്കുന്ന, അതും കേരളത്തിലെ ഞങ്ങൾ പറഞ്ഞപ്പം ആ മെഷീനെ കുറിച്ച് എന്നാ പറഞ്ഞേ? മെഷീൻ ഗിയർ ബോക്സിൽ ഓടുന്ന മെഷീനാണുള്ളത്. അതുപോലെ തന്നെ ഓട്ടോമാറ്റിക് ഡ്രയർ ആണ്. കരിമ്പിന്റെ ചണ്ട് തന്നെത്താൻ അടുപ്പി വീട് കത്തുകയാണ് ചെയ്യുന്നത്. അത് കേരളത്തിൽ ഇവിടെ മാത്രമേ ഉള്ളൂ അങ്ങനത്തെ ഒരു മെഷീൻ. പഴയ മെഷീൻ നമ്മൾ കാണിച്ചു തരാം കേട്ടോ. പഴയ പണ്ടത്തെ കാലത്തെ മെഷീനുണ്ട്, പുതിയ മെഷീനുണ്ട്. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾക്ക് ഈ കാലഘട്ടത്തിലൂടെ നന്മയായ പ്രൊഡക്റ്റ്, ഒറിജിനൽ പ്രൊഡക്റ്റ് അത് വിറ്റഴിക്കാൻ, അത് അപ്പൻ മുഖാന്തരം മകൻ കയറി വന്നു. മകൻ എത്ര വർഷമായി ഇത് ഏറ്റെടുത്തിട്ട്? ഞാൻ ഏറ്റെടുത്ത് 30 വർഷമായി. 30 വർഷത്തോളമായി. സത്യത്തില് ഈ ഒരു ജോലിയിൽ സംതൃപ്തനാണോ? തീർച്ചയായിട്ടും. കാരണം വളരെയധികം സംതൃപ്തിയുണ്ട്. അതുകൊണ്ട് മാത്രമാണ്, നഷ്ടമാണെങ്കിലും ഞാനിത് കൊണ്ടു നടക്കുന്നതിന്റെ കാരണം ഇതെനിക്ക് വളരെയധികം നഷ്ടമുണ്ടെങ്കിലും പണ്ട് എനിക്ക് വളരെയധികം ലാഭം കിട്ടിയ ഒരു ബിസിനസ്സാണ്. ഈ കാലഘട്ടത്തിൽ കേരളത്തിലെ കർഷകർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് കൃഷി ചെയ്താലും രക്ഷപ്പെടാത്തൊരവസ്ഥയിലാണ് കേരളം പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ തമിഴ്നാടിൻ്റെ അതിർത്തിയിൽ കിടക്കുന്ന ഈ മറയൂരിൽ പ്രത്യേകിച്ച് മുൻകാലങ്ങളിൽ ലാഭം ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് ആ പഴയ എന്താ പറയുക, അത് നഷ്ടപ്പെടുത്തി കളയരുത്, നഷ്ടമാണേലും നഷ്ടപ്പെടുത്തി കളയരുതെന്ന് വിചാരിച്ചുകൊണ്ട് റോയിച്ചേട്ടൻ അങ്ങനെ നഷ്ടവും ഒപ്പം തന്നെ മായം ചേർക്കാതെയും ഇങ്ങനെ കൊണ്ടുപോകാനുള്ള ഒരു മനസ്സ് ശരിക്കും എവിടെ നിന്നാണ് കിട്ടുന്നത്? അത് ക്രൈസാണ്. നമുക്കൊരു ജീവിതത്തിൽ നമുക്ക് രക്ഷപ്പെട്ട ഒരു ബിസിനസ്സിൽ നിന്ന് കിട്ടിയ ഒരു ക്രൈസാണ്. ഇപ്പൊ എനിക്ക് ഇതിന്റെ സൗണ്ടും ഇതിന്റെ മണവും ഒക്കെ അടിച്ചെങ്കിൽ ഉറക്കം തന്നെ വരുന്നുണ്ട്. ആ ഒരു അവസ്ഥയിലാണ് ഞാൻ. നല്ലൊരു കർഷകൻ, അതായത് ക്രൈസ്. ഞാൻ ചോദിച്ചോട്ടെ, ദൈവമായിട്ടുള്ള ബന്ധം എങ്ങനെയാണ്? ദൈവം നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കും. ദൈവമായിട്ട് നല്ല കാര്യങ്ങളൊക്കെ ആലോചിച്ച് ദൈവത്തുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. ശരിക്കും റോയ് ചേട്ടൻ ഏത് നാട്ടുകാരനാണ്? ഞാൻ പാലാക്കാരനാണ്. പാലക്കാരൻ വർഷം അപ്പനായിട്ട് കൂടെ വന്നിട്ടുള്ളതാണ്. അപ്പനായിട്ട് വന്നു. അപ്പനയുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു. ഇവിടെ വന്ന് വളരെയധികം ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിയ ആളാണ്. നമ്മളൊക്കെ ഇന്ന് രാവിലെ പാലായിന്ന് വണ്ടിയെ വന്നാൽ ഇവിടെ ഉച്ചയ്ക്ക് വന്ന് ഭക്ഷണം കഴിക്കാം. അച്ഛൻ 2 ദിവസം മുമ്പ് പൊതിയും കെട്ടി ചോറും കെട്ടി ബസ്സേ കയറി ഇറങ്ങി അവിടെ വന്നു. അപ്പോൾ അത്രയും റിസ്ക് എടുത്തുകൊണ്ട് തന്നെയാണ് ഈ എന്താ പറയുക മഹത്തായി ഫാക്ടറി ദൈവം കൊണ്ട്. നമ്മുടെ ബാക്കിൽ കാണുന്ന കൃഷി എന്നാ കൃഷി? അതൊക്കെ കരിമ്പ് കൃഷിയുണ്ട്, നമുക്ക് ക്യാരറ്റ് ഉണ്ട്, സ്ട്രോബെറി ഉണ്ട്, പിന്നെ കവുങ്ങ് കാര്യങ്ങളെല്ലാം ഉണ്ട്. സ്ട്രോബെറി ഉണ്ട്, കവുങ്ങൻ തോട്ടം ഉണ്ട്. ഏകദേശം എത്ര ഏക്കർ ഉണ്ടാവും? ഇതൊരു 15 ഏക്കറുണ്ട്. വേറെ നമുക്ക് സ്ഥലമുണ്ട്. നമ്മളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു 100ഓളം കർഷകരുണ്ട്. 100ഓളം കർഷകരുണ്ട്. അവരുടെ കരിമ്പൊക്കെ ഇവിടെ കൊണ്ടുവന്ന് നമ്മൾ നമുക്ക് അടിച്ചു കൊടുക്കുന്നുണ്ട്. എന്തായാലും നമ്മൾ വളരെ സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് ഞാനും ജിനോ ബ്രദറും ദിലീപ് സഹോദരനും വൈഫും ഞങ്ങൾ ഒരുമിച്ച് അപ്രതീക്ഷിതമായി ഈ മറയൂർ ഗ്രാമത്തിലേക്ക് കടന്നു വന്നപ്പോൾ ഇങ്ങനെ സ്ഥലം കണ്ടെത്താൻ, പ്രത്യേകിച്ച് മായമില്ലാത്ത മനുഷ്യര്, മായം ചേർക്കാത്ത ഉൽപ്പന്നം, അങ്ങനെയല്ലേ? മായം ഇല്ലാത്ത മനുഷ്യര് മായം ഇല്ലാത്ത പ്രൊഡക്റ്റ് വിൽക്കുന്ന അല്ലെങ്കിൽ ഉണ്ടാക്കിയെടുക്കുന്ന കേരളത്തിലെ നമുക്ക് അഭിമാനിക്കാം. പ്രത്യേകിച്ച് കർഷകർക്ക് ബുദ്ധിമുട്ടുകളാണെന്ന് നമുക്കറിയാം. എന്നിരുന്നാലും താൻ അതിൽ വളരെ സംതൃപ്തനാണ്. ഒപ്പം തന്നെ ആർക്കും ഈ മറയൂർ വരുമ്പോൾ ഈ ഫാക്ടറിയിലേക്ക് കടന്നു വരാം. നമുക്കിതൊക്കെ ഈ റോയ് ചേട്ടൻ സാധാരണ വ്യക്തികളോട് പറഞ്ഞു തരുന്ന പോലെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നുകൊണ്ട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. നമുക്ക് സൗകര്യമുള്ളവർക്കൊക്കെ മൂന്നാർ വരുമ്പോൾ ചുമ്മാ മൂന്നാർ മാത്രമല്ല, ഒരു കർഷകന്റെ വേദന എന്ത് നമുക്ക് തിരിച്ചറിയണം. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമ്മൾ തിരിച്ചറിയണം. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ആമേൻ.